സ്വപ്നം. ഇപ്പം എന്താണ് സ്വപ്നം? സ്വപ്ന വ്യാഖ്യാനങ്ങളെക്കുറിച്ചൊന്നും ഞാൻ കടക്കുന്നില്ല. സ്വപ്നമെന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടിട്ടുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ നമ്മളുടെ മനസ്സിലുള്ള ആഗ്രഹങ്ങൾ, ഇതൊക്കെ നമ്മളുടെ മനസ്സിൽ പതിഞ്ഞിട്ട് രാത്രിയിൽ ഒരു വിഷ്വൽസ് പോലെ നമ്മൾ കാണാറുണ്ട്. വിഷ്വൽസായിട്ട്, സ്വപ്നമായിട്ട് നമ്മൾ കാണാറുണ്ട്. സ്വപ്നത്തിൻ്റെ ദൈർഘ്യമെന്ന് പറഞ്ഞാൽ നമ്മൾ എപ്പോഴും മനസ്സിലാക്കണം. ഒരു സ്വപ്നത്തിൻ്റെ ദൈർഘ്യമെന്ന് പറഞ്ഞാൽ 5 മിനിറ്റാണ്. നമ്മൾ എത്ര വലുതായിട്ട് തോന്നിക്കുന്ന സ്വപ്നത്തിൻ്റെ പോലും ദൈർഘ്യം 5 മിനിറ്റാണ്. 5 മിനിറ്റിനപ്പുറത്ത് ഒരു സ്വപ്നമില്ല. കേട്ടോ, നമ്മൾ എപ്പോഴും മനസ്സിലാക്കണം. സ്വപ്നത്തിൻ്റെ ദൈർഘ്യം 5 മിനിറ്റാണ്. നമ്മൾ നല്ല സ്വപ്നങ്ങളും കാണാറുണ്ട്, ഭയാനകമായ സ്വപ്നങ്ങളും കാണാറുണ്ട്. പലതരത്തിലുള്ള സ്വപ്നങ്ങൾ മനുഷ്യൻ കാണാറുണ്ട്. കേട്ടോ, ഈ സ്വപ്നങ്ങളെന്ന് പറഞ്ഞാൽ നല്ല സ്വപ്നങ്ങൾ നമ്മൾ എന്തു ആഗ്രഹിക്കും? നല്ല സ്വപ്നങ്ങൾ നമ്മുടെ ജീവിതത്തിൽ യാഥാർത്ഥ്യമാകുവാൻ നമ്മൾ ആഗ്രഹിക്കും. എന്നാൽ ഭയാനകമായ സ്വപ്നങ്ങളോ ജീവിതത്തിൽ ഒരിക്കൽ പോലും നടക്കരുതേ എന്ന് പ്രാർത്ഥിക്കും. ശരിയല്ലേ? 100 വട്ടം ശരിയാണ്. സ്വപ്നമെന്ന് പറഞ്ഞാൽ നമ്മൾ എപ്പോഴും മനസ്സിലാക്കുക, സ്വപ്നത്തിൻ്റെ ദൈർഘ്യം 5 മിനിറ്റാണ്. കേട്ടോ, അതുപോലെ സ്വപ്നവും ദേഷ്യവും തമ്മിലുള്ളൊരു സാദൃശ്യം അവിടെയാണ്. സ്വപ്നത്തിൻ്റെ ദൈർഘ്യം 5 മിനിറ്റ്, അതുപോലെ തന്നെയാണ് ദേഷ്യവും. ദേഷ്യത്തിൻ്റെ ദൈർഘ്യം മാക്സിമം 5 മിനിറ്റാണ്. 5 മിനിറ്റിന് മുകളിലോട്ടൊരു ദേഷ്യമില്ല. കേട്ടോ, എപ്പോഴും ഈ 5 മിനിറ്റത്തെ ദേഷ്യം കൊണ്ട് ഉണ്ടാകുന്ന കോലാഹലങ്ങൾ എത്രയോ വലുതായിരിക്കും എന്ന് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? നമ്മൾ ചിന്തിക്കണം. കേട്ടോ, 5 മിനിറ്റത്തെ ദേഷ്യം, 5 മിനിറ്റ് എന്നാൽ ദേഷ്യത്തിൻ്റെ മാക്സിമം ദൈർഘ്യമാണ് 5 മിനിറ്റ് എന്നൊക്കെ പറഞ്ഞ കേട്ടോ. 5 മിനിറ്റിന് അപ്പുറത്തേക്ക് ദേഷ്യം പോകും. 5 അല്ല, മാക്സിമം 5 മിനിറ്റ് കേട്ടോ. 5 മിനിറ്റിന് അപ്പുറത്തേക്ക് ദേഷ്യമില്ല. അതുപോലെ തന്നെയാണ് സ്വപ്നവും. നമ്മൾ വളരെ വിശാലമായിട്ട് നമ്മൾ കാണുന്ന സ്വപ്നങ്ങളൊക്കെ എത്രയാണ്? 5 മിനിറ്റ് മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, സ്വപ്നങ്ങൾ ഒരിക്കൽ പോലും ഗാഢനിദ്രയിൽ സ്വപ്നം കാണാറില്ല. ഗാഢനിദ്രയിൽ ഒരിക്കലും സ്വപ്നം കാണാറില്ല. അതുപോലെ തന്നെയാണ് പകൽ മയക്കത്തിലും എന്തില്ല? സ്വപ്നം കാണാറില്ല. പകൽ മയക്കത്തിൽ സ്വപ്നം കാണാറില്ല. പകൽ മയക്കത്തിൽ സ്വപ്നം റയറായിട്ടാണേ സ്വപ്നം കാണാറുള്ളൂ. നോർമലായിട്ട് പകൽ മയക്കത്തിൽ സ്വപ്നം കാണാറില്ല. അതുപോലെ തന്നെ ഗാഢനിദ്രയിലും സ്വപ്നം കാണാറില്ല. അതായത് സ്വപ്നം കാണുന്നത് എപ്പോഴാണെന്ന് അറിയാമോ? ഉറക്കത്തിൽ നിന്നും ഉണരുന്ന ഒരു വേളയുണ്ട്. ആ വേളയിലാണ് നമ്മൾ സ്വപ്നം കാണുന്നത്. ഗാഢനിദ്ര വിട്ടിട്ട് നമ്മൾ ഗാഢനിദ്രയിൽ നിന്നും ഗാഢനിദ്രയിൽ നിന്നും നിദ്രയിലേക്ക് പോകുന്ന കേട്ടോ. ഗാഢനിദ്ര എന്ന് പറഞ്ഞാൽ വളരെ വലിയ നിദ്രയാണ്, വളരെ വലിയ നിദ്രയാണ് കേട്ടോ. ഗാഢനിദ്രയിൽ നിന്ന് ഉണർവിലേക്ക് പോകുന്ന ഒരു വേളയിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? സ്വപ്നം കാണുന്നത്. അതുപോലെ തന്നെ നമ്മൾ അതായത് 4:30-ക്കും കേട്ടോ, ഞാൻ കേട്ടിട്ടുണ്ട് 4 മണിക്കും 6 മണിക്കും ഇടയിൽ കാണുന്ന സ്വപ്നങ്ങൾ ഫലിക്കുമെന്നാണ് പറയപ്പെടുന്നത് കേട്ടോ. 4 മണിക്കും 6 മണിക്കും ഇടയിൽ കാണുന്ന സ്വപ്നങ്ങൾ ഫലിക്കുമെന്നാണ് പറയുന്നത് കേട്ടോ. 6 മണിക്ക് ശേഷം, സൂര്യോദയത്തിന് ശേഷം കാണുന്ന സ്വപ്നങ്ങൾ ഫലിക്കാറില്ല എന്നും പറയപ്പെടുന്നുണ്ട് കേട്ടോ. അതിനെക്കുറിച്ച് പറയപ്പെടുന്ന കാര്യമാണ്. എങ്കിൽ ഒരു കാര്യം പറയാം, ഗാഢനിദ്രയിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഗാഢനിദ്രയിൽ സ്വപ്നം കാണാറില്ല കേട്ടോ. അതുപോലെ തന്നെ പകൽ മയക്കത്തിലും സ്വപ്നം കാണാറില്ല. നമ്മൾ പകൽ കണ്ട കാഴ്ചകളാണ് രാത്രിയിൽ സ്വപ്നമായിട്ട് കാണുന്നത്. പകൽ കണ്ട കാഴ്ചകൾ മനസ്സിൽ പതിയുകയും അത് രാത്രിയിൽ എന്ത് ചെയ്യും? രാത്രിയിൽ വിഷ്വൽസായിട്ട് നമ്മൾ ഇങ്ങനെ കാണുമെന്നാണ് പറയുന്നത്. വിഷ്വൽസായിട്ട് നമ്മൾ കാണുമെന്നാണ് പറയുന്നത് കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ ജീവിതത്തിൽ നല്ല സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കുവാൻ എന്ത് വേണം? നല്ല സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ എന്ത് വേണം? നല്ല പ്രയത്നം വേണം, നല്ല പരിശ്രമം വേണം. അതുപോലെ തന്നെ കേട്ടോ, നല്ല സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കാൻ നമ്മൾ പരിശ്രമിക്കണം. അതുപോലെ മോശം സ്വപ്നങ്ങൾ, അല്ലെങ്കിൽ ഭയാനകമായ സ്വപ്നങ്ങൾ, അല്ലെങ്കിൽ അങ്ങനെയുള്ള സ്വപ്നങ്ങൾ ജീവിതത്തിൽ നടക്കാതിരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? നല്ല പ്രാർത്ഥനയും അതോടൊപ്പം തന്നെ എന്തുണ്ടായിരിക്കണം? സൽപ്രവർത്തികൾ കൊണ്ടും മാത്രമേ അത് കഴിയുകയുള്ളൂ കേട്ടോ. എപ്പോഴും മനസ്സിലാക്കണം, ജീവിതത്തിൽ നല്ലത് ചിന്തിക്കുക, നല്ലത് പ്രവർത്തിക്കുക. നല്ല സ്വപ്നങ്ങൾ കാണാനും നല്ലത് പ്രവർത്തിക്കാനും ജീവിതത്തിൽ ഉയർച്ചയിലേക്ക് എത്തുവാനും നമുക്ക് കഴിയട്ടെ.